ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 2 ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് ചിക്കനിലേക്ക് നന്നായിട്ട് പരട്ടി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവോള, 2 തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് ചതച്ച് ചേർത്തതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം ചൂടാകാൻ വെക്കാം. ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ ഒത്തിരി ചൂടാവുന്നതിനുള്ളിൽ സ്പൈസസ് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടില്ല. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി, സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം ഒരു 10 മിനിറ്റ്. ഇതെല്ലാം നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, അധികം ഒഴിച്ചു കൊടുക്കണ്ട. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചു നേരം അടച്ചു വെക്കാം.
അധികം മസാലയൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി റെഡിയാക്കുന്നത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും തക്കാളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ തുറന്ന് നോക്കിയപ്പോൾ നല്ല ചാറൊക്കെ പാകത്തിനായി നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാം കൂടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.